ഞാൻ ചെറിയൊരു അഭിപ്രായം അറിയാൻ പ്രേക്ഷകരിലോട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചെറിയൊരു സംഭവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ, ഓൾമോസ്റ്റ് എല്ലാ സീസണിലും ബിഗ് ബോസിൽ കഷ്ടപ്പെടുന്നത് ലേഡീസാണ്. ലൈക്ക് ഇപ്പം ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ പല ആണുങ്ങൾ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് ഗേൾസ് ഫേസ് ചെയ്യുന്ന അത്ര ഒരു സൈബർ ബുള്ളിങ് ഫേസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. ഈ കഴിഞ്ഞ സീസണിൽ ലേഡീസാണ് കൂടുതൽ. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ കാര്യം, അതേപോലെ അനുവിന് ORM ഉണ്ടായിട്ടൊന്നും ORM ഇപ്പോൾ OMKV ആയി. സത്യം പറഞ്ഞാൽ കണ്ടം വഴി ഓടുന്ന ഒരു അവസ്ഥ. എത്രയൊക്കെ പാച്ചപ്പ് ചെയ്യാൻ നോക്കിയാലും വരുന്നൊരു ലൈവിൽ പോലും അനുവിനെ പറ്റി പറയുന്നത് റിക്കമൻസ് സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതുപോലെ ജാസ്മിൻ, ദെൻ സൂര്യ ആൻഡ് ദിൽഷ എനിക്ക് തോന്നുന്നു റോബിനായിട്ടുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ബ്ലെസ്സിലായിട്ടുള്ള വിഷയം പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്യാത്തതാണോ ഏതോ എനിക്കറിയത്തില്ല. ദെൻ റോബിന്റെ വോട്ട് അങ്ങോട്ട് മറിയുകയും ഒക്കെ. പക്ഷെ ഒരുപാട് സൈബർ ബുള്ളിങ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ടിൽ 7 വരയ്ക്കും കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അത് അവരെ പോയിന്റ് ഔട്ട് ചെയ്യുക, അവരെ സ്ലറ്റ് ഷേമിങ് ചെയ്യുക, അവർക്കൊരു ലൈഫ് ഉണ്ടെന്ന് ഓർക്കാതെ പറ്റി സംസാരിക്കുക. അതേപോലെ വീണ, ആര്യ, ഇവർക്കൊക്കെ ഒരുപാട് ബുള്ളിങ് കിട്ടുന്നുണ്ട്. അപ്പം ചിലയിടത്ത് സദാചാരം പൂത്തുലയുന്നു, ചിലയിടത്ത് വന്നിട്ട് മനഃപൂർവ്വം ചില PR ടീംസ്, ചില ആർമികൾ അവരൊരു ഇതിനെ വലിച്ചിടുന്നു, അല്ലെങ്കിൽ ചില സംഭവങ്ങൾ എഡിറ്റ് ചെയ്ത്, ബിഗ് ബോസ് ഓൾറെഡി എഡിറ്റഡാണ്, അത് പോരാതെ പുറത്തിറങ്ങിയിട്ട് എഡിറ്റ് ചെയ്ത് അതിനെ വേറെ രീതിയിൽ വളച്ചു കുടിക്കുന്നു. അപ്പൊ ഗെയിം എന്താണെന്ന് അറിയാതെ, അതിൻ്റെ ഉള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് അറിയാതെ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ പുറത്തുള്ള ചില ആളുകളാണോ ഈ സ്ത്രീകളെ സ്റ്റാമ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്ത്രീകളെ മാത്രം ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്റെ പുറകിലുള്ള ചേതോവികാരം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമന്റ്, ഒരു മെസ്സേജ് വന്നു, വിഷുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് പുറത്തായല്ലോ. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു ഹഗ് എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു വിഷയമൊന്നുമല്ല, എല്ലാവരും ഹഗ് ചെയ്യുന്നതാണ്. ഈ ഗിസയിലും ആരും പുറപ്പിൻ്റെ ഉള്ളിലെ വിഷയത്തിന് അവരൊന്ന് കെട്ടിപ്പിടിച്ചെന്ന് വെച്ചാൽ എന്താ വിഷയം എന്ന് ചോദിച്ചവർ തന്നെയാണ് ഈ ഒരു ഹഗ്ഗിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. ആ ഒരു സീസണിൽ നടന്ന സംഭവങ്ങളും മാനിപ്പുലേഷനും എഡിറ്റഡ് വേർഷൻസും ആരുടെ ആവശ്യമായിരുന്നു, എന്തായിരുന്നു, ഏതായിരുന്നു എന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്കറിയാം. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം ആയിട്ട് തന്നെ ഞാൻ വിട്ടു. കാരണം അതിന്റെ പുറകെ പോകാനും അത് ചെയ്യാനും ചോദ്യം ചെയ്യാനും താല്പര്യമില്ലാത്തതുകൊണ്ട് ഓവർ സൈബർ ബുള്ളിങ് വന്നപ്പോൾ ഞാനത് ലീഗലി പോവുകയും അതിന് എനിക്കൊരു വ്യക്തമായ മറുപടി കേരള പോലീസ് തരികയും ചെയ്തു. അതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ ലീഡ് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയാണോ ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്ത് നല്ലത് ചെയ്തു കഴിഞ്ഞാലും അതിനെ മോശമായ രീതിയിൽ സംസാരിക്കുക. കാരണം ബുള്ളിങ് ഇൻ ദ സെൻസ് ലൈക്ക് ഈവൺ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയണമെങ്കിൽ വിഷ്ണു ഇങ്ങോട്ട് വന്ന് ഹഗ് ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടും പോയി ഹഗ് ചെയ്തിട്ടുണ്ട്, ഷീച്ചേട്ടൻ ഹഗ് ചെയ്തിട്ടുണ്ട്, മീച്ചേട്ടൻ എന്തിനും ലാലേട്ടനെ വരെ ഹഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹഗ് എന്ന് പറയുന്ന ഒരു വിഷയം, ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലവർ ഈ പറഞ്ഞ മാതിരി വളരെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ചിലവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഹഗ് അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിനെ ഇങ്ങനെ ഭയങ്കര സ്ലറ്റ് ഷേമിങ് എന്നുള്ള രീതിയിൽ സംസാരിക്കുക, വളരെ മോശമായ രീതിയിൽ സംസാരിച്ച് ആ ഒരു അറിയ പോലും ഇല്ല എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണെന്നൊന്നും അറിയാതെ മനഃപൂർവ്വം ആളുകളോട് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. ഈ PR ടീംസ് ചിലവര് അവർക്ക് വേണ്ടവരുടെ നല്ല വേർഷൻസ് എടുത്തിടുന്നതിന്റെ ഒപ്പം തന്നെ ഇപ്പുറത്ത് അവർക്ക് വേണ്ടാത്ത ആളുകളുടെ ചീത്ത വേർഷൻസും ആളുകളുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ജനങ്ങളാണ് ശരിക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ജാസ്മിന്റെ കേസ് ആണെങ്കിലും ഇപ്പോൾ അനുവിന്റെ കേസ് ആണെങ്കിലും ഒരുപാട് ഭയങ്കര, ജാസ്മിനൊക്കെ ലീഗലി പോയതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ സ്ത്രീകൾക്ക് മാത്രം ഇത്ര ബുള്ളിങ് പറയുന്നത്? ഇപ്പോൾ സീക്രട്ട് ഏജന്റ് ആണെങ്കിലും, റോബിനാണെങ്കിലും, രജിസാർ ആണെങ്കിലും, റിയാസ് ആണെങ്കിലും, ഓക്കെ, അങ്ങനെ പല കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവരെക്കാളൊക്കെ കൂടുതൽ ഈ സൊസൈറ്റിയിലെ ആളുകൾ കല്ലെറിയുന്നത് സ്ത്രീകളെയാണ്. ഐ മീൻ എസ്പെഷ്യലി ഇൻ സീസൺസിൽ. അപ്പൊ അത് മേ ബി ഇതിനും വരുന്ന കമന്റ്സും, ചില കമന്റ്സ് ഒക്കെ ഭയങ്കര അരോചകമാണ്. കാരണം ഇവരൊന്നും മുന്നിൽ വന്നെന്ന് ഇങ്ങനെ സംസാരിക്കത്തില്ല. കമന്റിൽ അവർ വാരിക്കോരി വരുന്ന, ടൈപ്പ് ചെയ്യുന്ന, അവരുടെ വീട്ടിൽ, അവരുടെ റൂമിൽ, അവരുടെ ഫ്രീ മൈൻഡിൽ, അവരുടെ ഫ്രീ സ്പേസിൽ ഇരുന്ന് കമന്റ് ചെയ്യുന്ന ഒരുത്തൻ പോലും മുന്നിൽ വന്നിട്ടുണ്ട് ഈ സാധനം സംസാരിക്കാനുള്ള ധൈര്യം ഇല്ല, അല്ലെങ്കിൽ സംസാരിക്കുന്ന മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട് അറ്റ് ഓൾ, അല്ലേ? അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കമന്റ് ചെയ്യുന്നവരൊക്കെ പുറത്ത് അവർ വെച്ച് കാണുമ്പോൾ ഹായ് എന്ന് മനിച്ചിരിക്കാനും അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ ചിലപ്പോൾ ആയിരിക്കും പോകുന്നുണ്ടാവുക. എന്നാൽ പോലും ഈ പടച്ചു വിടുന്ന ഈ വൃത്തിയുടെ കാര്യങ്ങളൊന്നും ഒരുത്തൻ പോലും മുന്നിൽ വന്നത് സംസാരിക്കില്ല. ഒരുത്തി മുന്നിലൊന്നും സംസാരിക്കില്ല. കാരണം അവർക്കറിയാം അത് തെറ്റാണ്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഹ്യൂജ് ആണെന്നുള്ളത്. അപ്പം എല്ലാവരും ഇങ്ങനെ മറിഞ്ഞിരുന്നിട്ടാണ് അമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഒരു നട്ടലില്ലായ്മയുടെ ഭാഗമാണ്, അല്ലേ? അപ്പൊ ഉള്ള പോലെ സംസാരിച്ച് മാന്യമായ രീതിയിൽ സംസാരിക്കുമ്പോഴാണ് ഒരു ജെന്യൂനിറ്റിയും വാഴപ്പിണ്ടിക്ക് പകരമുള്ള നട്ടൽ അവിടെ സ്ട്രോങ് ആവുകയും ചെയ്യുന്നത്. സോ അഭിപ്രായം നിങ്ങളോട്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സീസൺസിൽ സ്ത്രീകൾക്ക് മാത്രം ഇത്ര ബുള്ളിങ് ഫേസ് ചെയ്യാനുള്ള കാരണം? ഇത് PR ആണോ, പർപ്പസ് ബുള്ളി ചെയ്യുന്നതാണോ, അത് അവരുടെ കുഴപ്പമാണോ, അത് സദാചാരത്തിന്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആയിട്ട് ചിന്തിക്കാത്തതുകൊണ്ടാണോ? It's up to you guys. I'm waiting for your comments.